ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഫെബ്രുവരി 19, 2025 മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന ഒരു പോസിറ്റീവ് നോട്ടോട് കൂടിയാണ്. നമ്മൾ ഇന്നലത്തെ ഡെയിലി പോഡ്കാസ്റ്റ് കേട്ടവർക്കറിയാം, നമ്മൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 23,050 എന്നതായിരുന്നു. സോ എക്സാക്ട്ലി നിഫ്റ്റി 23,049 വരെ പോയിട്ട് ഇപ്പോൾ റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. താഴോട്ട് വന്നിരിക്കുന്ന 22,948 നിഫ്റ്റി. ഏകദേശം ഒരു 100 പോയിന്റ് കറക്ഷനോട് കൂടിയാണ് ഇപ്പോൾ ട്രേഡ് നടത്തുന്നത്. അപ്പോൾ അടുത്ത ഒരു ജമ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ലെവല് ഇൻടാക്ട് തന്നെയാണ്. 23,030 to 23,050 ഒരു മേജർ റെസിസ്റ്റൻസ് സോണാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട്. ഡൗൺ സൈഡിൽ 22,900, 22,880 ഒരു മൈനർ സപ്പോർട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്. അതേസമയം 22,700 to 800 തന്നെയാണ് മേജർ സപ്പോർട്ടായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് നിൽക്കുന്നത്. സോ ഇന്ന് നമുക്ക് നിഫ്റ്റിക്ക് 23,150 മുകളിൽ ഉള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് പോകാനുള്ള ഒരു ട്രിഗർ എന്ന് പറയുന്നത്. സോ അല്ലാതെ ഇപ്പോൾ നിഫ്റ്റിയിൽ വീണ്ടും നമുക്ക് ഒരു സൈഡ് വൈസ് കറക്ഷനുള്ള സാധ്യതകൾ കാണാൻ സാധിക്കും. ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഗോൾഡ്മാൻ സാക്സിന്റെ കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിനെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. അവർ പറയുന്നത് ഈ ഒരു സെഗ്മെന്റിൽ, അതായത് കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിൽ ഗ്രോത്ത് വളരെ ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നു എന്നുള്ളത് തന്നെയാണ്. റിസ്ക് റിവാർഡ് ബെറ്റർ ആയിട്ടുള്ളതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിന് പുറമെ 50% റവന്യൂ വരുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് വരുന്നു. ഫണ്ടമെന്റൽസ് രണ്ട് കമ്പനികളുടെ സ്ട്രോങ് ആണ്. പവർ, ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ കമ്പനികളിലൊക്കെ തന്നെ അവർ ബുള്ളിഷ് ആണെന്ന് പറയുന്നു. എക്സ്പോർട്ട്, അതായത് പ്രത്യേകിച്ചും കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിലെ എക്സ്പോർട്ട് സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം സോ ഈ ഒരു രംഗത്ത് കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ്, പ്രത്യേകിച്ചും ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് അവർ അവകാശപ്പെടുന്നു. അവർ ഗ്രോത്തും റിട്ടേണും പ്രോഫിറ്റും വിസിബിലിറ്റിയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. രണ്ട് കമ്പനികളാണ് അവർ ഈ ഒരു രംഗത്ത് കവറേജ് ആരംഭിച്ചിരിക്കുന്നത്. അതിലൊന്ന് പോളിക്യാപ്പാണ്. പോളിക്യാപ്പ് 6,510 രൂപയുടെ ടാർഗറ്റാണ് ഗോൾഡ്മാൻ കൊടുത്തിരിക്കുന്നത്. നമ്മളും പോസിറ്റീവാണ്. നമ്മുടെ പോളിക്യാപ്പിൽ ആദ്യം മുതലേ വളരെ പോസിറ്റീവായിരുന്നു. ഈ ഒരു കറക്ഷനിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ കറക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് 8,000+ ആണ്. അതുപോലെ തന്നെ KE ഇൻഡസ്ട്രീസും അവരുടെ ന്യൂട്രൽ റേറ്റിംഗിലേക്ക് വന്നിരിക്കുന്നു. അവർ KE ഇൻഡസ്ട്രീസിന് 3,780 രൂപയുടെ ടാർഗറ്റാണ് പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ഒന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ മുകളിൽ ജെഫ്രീസിൻ്റെ പോസിറ്റീവ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. 980 രൂപയുടെ ടാർഗറ്റാണ് ജെഫ്രീസ് ടാറ്റ മോട്ടോഴ്സിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജെഫ്രീസിൻ്റെ മറ്റൊരു റിപ്പോർട്ട് മാക്രോടെക് ഡെവലപ്പേഴ്സിൻ്റെ മുകളിലാണ്. 1,600 രൂപയുടെ ടാർഗറ്റാണ് അവർ പറയുന്നത്. ഹൈ വിസിബിലിറ്റിയാണ്, അതായത് പ്രീ സെയിൽസ് 20% വർധനവ് കാണിക്കുന്നു. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 20% ട്രജക്ടറിയിലാണ് ഉള്ളത്. സെല്ലിംഗ്, അതായത് പ്രീമിയം സെഗ്മെൻറ്റിലുള്ള സെല്ലിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ പ്രൈസിങ്ങിലും നല്ല എഡ്ജ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ മൈക്രോടെക്